നമ്മുടെ ചിന്താമണ്ഡലത്തെ എങ്ങനെ നിയന്ത്രിക്കണം, നമ്മുടെ സാധാരണ ജീവിത ശൈലി എങ്ങനെ കൊണ്ടുപോകണം എന്ന് പറയുവാനുള്ള ചില നിയമങ്ങളെയാണ് പ്രിസെപ്റ്റ്സ് എന്ന് വിളിക്കാറുള്ളത്. എന്നെക്കൊണ്ട് കഴിവുള്ളിടത്തോളം മൂലഭാഷയിലേക്ക് പോകുകയും കഴിവുള്ളിടത്തോളം മൂലഭാഷയിൽ നിന്ന് അർത്ഥം എടുക്കുവാൻ ശ്രമിക്കുകയും ചെയ്തതിൻ്റെ അന്തമാണ് ഞാൻ ഈ സ്റ്റേറ്റ്മെൻറ്റുമായി വരുന്നത്. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ കൂടുതൽ ആളുകൾ വിളിക്കുകയും എന്നോട് പല സംശയങ്ങൾ ചോദിക്കുകയും ചെയ്തു. അങ്ങനെ വിളിച്ച് സംശയങ്ങൾ ചോദിക്കാൻ ഉണ്ടായതിൻ്റെ പുറകിലുള്ള ഒരു യാഥാർത്ഥ്യം, വേദപുസ്തകത്തെക്കുറിച്ചും പഴയ നിയമത്തെക്കുറിച്ചും ദൈവിക പ്രമാണങ്ങളെക്കുറിച്ചും തെറ്റായുള്ള ഒരു പഠനം ഈ കാലത്ത് പരന്നുകൊണ്ടിരിക്കുകയാണ്. പലതരം ഉപദേശങ്ങൾ ഭൂമിയിൽ പരക്കുന്നുണ്ട്. വിശുദ്ധ പൗലോസ് വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ അറിയിച്ചതിന് വിപരീതമായ ഒരു ഉപദേശം ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാണ്. വിപരീത ഉപദേശങ്ങൾ പ്രസ്താവിക്കുന്നവർ എഴുന്നേൽക്കുമെന്ന് പൗലോസ് പിന്നെയും പറയുന്നുണ്ട്. ഞങ്ങൾ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുകയും വിപരീത ഉപദേശങ്ങൾ പറഞ്ഞ് ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചുകളയും ചെയ്യുവാൻ താല്പര്യപ്പെടുന്നവർ എഴുന്നേൽക്കുമെന്ന് അവിടെ പറയുന്നുണ്ട്. ഉപദേശത്തിൻ്റെ പെശകിലേക്ക് അനേകം ആളുകളെ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ കൊണ്ടുപോകുന്നതിൽ നിന്ന് വിപരീതമായി ദൈവത്തിൻ്റെ പ്രമാണങ്ങളിൽ നിൽക്കണം എന്ന ആശയം ദൈവത്തിൻ്റെ സഭയിൽ കാണുവാൻ കഴിയുന്നു. പിക്ഹുഡ് എന്ന് വായിക്കാവുന്ന ഒരു എബ്രായ പദമാണ് അതിനുപയോഗിച്ചിരിക്കുന്നത്. പിക്ഹുഡ് എന്ന് വായിക്കാവുന്ന ഒരു എബ്രായ പദമാണ് ഇതിനുപയോഗിച്ചിരിക്കുന്നത്. രണ്ട് ഭാഗങ്ങളിലും രണ്ട് ആശയങ്ങളിലും ഇത് തർജ്ജമ ചെയ്തിട്ടുണ്ട്. തിരുവചനത്തിൽ പ്രിസെപ്റ്റ്സ് എന്ന പ്രയോഗം അനേക പ്രാവശ്യങ്ങളിൽ കാണുവാൻ കഴിയും. ആവർത്തന പുസ്തകത്തിലും ലേവ്യ പുസ്തകത്തിലും അത് കാണാം. നെഹമ്യാവിൻ്റെ പുസ്തകത്തിലും യെരമ്യാവിൻ്റെ പുസ്തകത്തിലും, അതായത് പ്രവചന പുസ്തകങ്ങളിൽ അത് കാണാം. പുരോഹിതന്മാരും പ്രവാചകന്മാരും ദൈവിക പ്രിസെപ്റ്റ്സിൽ, ദൈവം കൊടുത്തിരിക്കുന്നതായ പ്രമാണങ്ങളിൽ, നിയമങ്ങളിൽ, ഞാൻ പറഞ്ഞല്ലോ മരണശിക്ഷയുള്ളതല്ല, എന്നാൽ ചെറിയ തെറ്റുകളാണ്. അത് നിങ്ങൾ ചെയ്താൽ നിങ്ങളെ അന്യജാതികൾക്ക് വിറ്റുകളയുമെന്നല്ല, പകരം ഞാൻ മഴ നിർത്തിക്കളയും, ആഹാരത്തിന് മുട്ടുണ്ടാകുമെന്ന, ഞാൻ നിങ്ങളുടെ ഇടയിൽ വെട്ടിക്കിളിയെ അയക്കുമെന്നാണ്, നിങ്ങളെ ചെറിയ ശിക്ഷയിലേക്ക് നയിക്കുമെന്നാണ്, മഹാമാരി കൊണ്ട് നശിപ്പിക്കുമെന്നല്ല. ചെറിയ തെറ്റുകൾ നിങ്ങൾ ചെയ്യാതിരുന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ സ്വർഗത്തിൽ നിങ്ങൾക്ക് മഹിമയുടെ സിംഹാസനത്തിൻ്റെ മുമ്പിൽ ക്രിസ്തുവിൻ്റെ മണവാട്ടി എന്ന പദവിയിൽ വന്ന് നിൽക്കുവാൻ കഴിയും. ഇല്ലെങ്കിൽ അവിടെ എത്തുകയില്ല, അവിടെ ഒരു ഉന്നതത്തിലേക്കൊന്ന് ഉയർത്തുവാൻ. പൗലോസ് പറയുമ്പോൾ എൻ്റെ എയിം ഏതു പുരുഷനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുക, എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ എത്തിക്കുക എന്ന ആശയമല്ല. അതൊക്കെ താഴ്ന്ന ക്ലാസ്സുകളിലേതാണ്, നമ്മളവിടെ ഇന്ന് തന്നെ വരും. എന്നാൽ പൗലോസ് പറഞ്ഞു, ഒരു അപ്പസ്തോലിക ശുശ്രൂഷ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുക എന്നതാണ്. ഒരു അപ്പസ്തോലിക ശുശ്രൂഷയിലൂടെ പോകുവാൻ